റോബിൻ്റെയും ആരതിയുടെയും വിവാഹ വീഡിയോയ്ക്ക് ശേഷം എല്ലാവരും കാത്തിരുന്നത് ഇവരുടെ ഹണിമൂൺ വിശേഷങ്ങൾ തന്നെയാണ്. അവരുടെ ഇടയിലേക്കാണ് ഇവരുടെ ഹണിമൂൺ വിശേഷങ്ങൾ ഓരോ ദിവസവും പുറത്തു വരുന്നത്. ആരാധകർക്ക് വേണ്ടി എല്ലാ വിശേഷങ്ങളും റോബിനും ആരതിയും പങ്കുവെക്കുന്നുണ്ട്. അക്കൂട്ടത്തിലാണ് ഇപ്പോൾ അസർബൈജാനിലെത്തിയ വിശേഷങ്ങൾ കൂടി ഇരുവരും പങ്കുവെക്കുന്നത്. 2 വർഷം കൂടി 27 രാജ്യങ്ങൾ സന്ദർശിക്കാനാണ് ഒരു വലിയ ഹണിമൂൺ പാക്കേജായി ഇവർ എടുത്തിരിക്കുന്നത്. ആ തീരുമാനത്തിന് പ്രേക്ഷകരെല്ലാവരും കൈയടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതാ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ വാർത്തയായി മാറുകയാണ് അടുത്ത രാജ്യം ഏതാണെന്ന് ചോദിച്ച്. അതിനിടയിൽ തന്നെ പ്രേക്ഷകരെല്ലാവരും പറയുന്നത് ഇവർ വിവാഹം കഴിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് റോബിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ദിൽഷ എന്ന മത്സരാർത്ഥിയുമായി റോബിൻ വിവാഹം കഴിക്കുമെന്ന് പ്രതീക്ഷിച്ച് ദിൽഷയ്ക്ക് വേണ്ടി വോട്ട് ചെയ്തവർ പോലും പരാജയപ്പെട്ടു പോയി എന്ന് അന്നൊക്കെ വാർത്തകളും ട്രോളുകളും ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ റോബിൻ. ആ റോബിന്റെ ഇടയിലേക്കായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആരതിപ്പൊടി എന്ന വ്യക്തി കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ആരതി എന്ന് പറയുന്ന ഒരു വ്യക്തി റോബിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ അദ്ദേഹം വലിയ ഒരു ഡിപ്രഷനിലേക്ക് തന്നെ പോയേനെ എന്ന് പ്രേക്ഷകർ എടുത്തു പറയുന്നു. അതുകൊണ്ട് ഇവർ വിവാഹം കഴിക്കുമോ എന്ന് വലിയൊരു ടെൻഷനായിരുന്നു എല്ലാവർക്കും. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇവർ വിവാഹം കഴിച്ചു. വിവാഹത്തിന് ശേഷം എല്ലാവരെയും പോലെ ഹണിമൂൺ പോകുന്നു, ആഘോഷിക്കുന്നു, അവരുടെ സ്നേഹം നമ്മളെ എല്ലാവരെയും കാണിക്കുന്നു. അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല. മറിച്ച് അതിന് വളരെയധികം അന്തസ്സ് തോന്നുന്നു എന്നാണ് പ്രേക്ഷകരെല്ലാവരും റോബിനെ കുറിച്ച് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. റോബിനെ പറ്റി മോശം പറഞ്ഞവരുടെ കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് പറയാൻ തോന്നുന്നില്ല. കാരണം അന്തസ്സായി വിവാഹം കഴിച്ച് തൻ്റെ ജീവിതം നോക്കി മുന്നോട്ട് പോകുന്നു. ആരെയും മുന്നോട്ട് നോക്കുന്നില്ല. ആരെയും നോക്കാതെ മുന്നോട്ട് പോകുന്ന റോബിൻ്റെ ജീവിതം തന്നെയാണ് നല്ലതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. അന്ന് ജീവിതം നിന്നുപോയി എന്ന് കരുതിയിരുന്നുവെങ്കിൽ, ആഗ്രഹിച്ചു നേടിയ ബിഗ് ബോസ് ഒക്കെ ഇട്ടിട്ട് പോകേണ്ട സമയമുണ്ടായിരുന്നുവെങ്കിൽ അത് വളരെയധികം ശരിക്കും പറഞ്ഞാൽ റോബിനെ വേദനിപ്പിച്ചിട്ടുണ്ടാകും. എന്നാൽ അതൊന്നും ഒരു വേദനയല്ല എന്നും അതൊന്നും ജീവിതത്തിൽ തന്നെ വലിയ കാര്യങ്ങളെ അല്ല എന്ന് മനസ്സിലാക്കി റോബിൻ മുന്നോട്ട് പോയത് ആരതി ഉള്ളത് കൊണ്ടാണ് എന്ന് പറയുന്നു. 2 വർഷത്തിന് ശേഷം ഇവരുടെ വിവാഹ നിശ്ചയവും വിവാഹവും ഒക്കെ നടന്നപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ആവേശഭരിതരാണ്. വിവാഹ നിശ്ചയം പെട്ടെന്ന് നടന്ന വിവാഹം ഒരുപാട് വൈകിപ്പിച്ചു എന്ന് പ്രേക്ഷകരെല്ലാവരും പറയുന്നുണ്ടായിരുന്നു. എന്നാൽ വിവാഹം ഒരുക്കിയത് ആരതി തന്നെയായിരുന്നു. ആരതിയുടെ വലിയൊരു ആഘോഷം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ വിവാഹം. എല്ലാം ആരതിയുടെ ആഗ്രഹപ്രകാരം തന്നെ നടത്തിയതാണ് എന്ന് പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ ഇവരുടെ വിവാഹം വൈറലാണ്. അത്രമാത്രമാണ് ആരതിയെക്കുറിച്ച് പ്രേക്ഷകർ പറയുന്നത്. സ്വന്തം വിവാഹം അങ്ങനെ ഒറ്റയ്ക്ക് നടത്തിയ പെൺകുട്ടിയെന്നാണ് ആരതിയെക്കുറിച്ച് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നതും അത്തരത്തിലാണെന്ന് പറയാം. പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു. ആരാധകർക്ക് ഇത് വലിയ ഇഷ്ടപ്പെടുകയും ചെയ്തു. റോബിനോടും ആരതിയോടുമുള്ള ആശംസകൾ പ്രേക്ഷകരെല്ലാവരും അറിയിക്കുന്നുമുണ്ട്. എത്ര ആശംസകൾ പറഞ്ഞാലും മതിയാകില്ല. കാരണം അത്രമാത്രമാണ് നിങ്ങളെക്കുറിച്ച് ഞങ്ങളിപ്പോൾ അറിയുന്നത്. എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് ഇതിനെ കാണുന്നതെന്നും ഞങ്ങൾ പ്രേക്ഷകരെ മണ്ടന്മാരാക്കുന്നില്ല എന്നും ഡോക്ടർ റോബിന അതിനൊരു നന്ദിയെന്നും പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.